2 3 ഭയങ്കര ചൂട്. ഒരു മിനിറ്റ് നമ്മുടെ ഈ ഫാന് കാണാനൊക്കെ കൊള്ളാല്ലേ. ഇതിലൊരു ലൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മുടെ അപ്പുറത്തേക്ക് ഫാൻ പോലൊക്കെ അതിന്റെ ലൈറ്റ് മാത്രമായിട്ട് കിട്ടുമത്. ഇടി നീ മനസ്സ് കണ്ടപ്പോ തന്നെ ഞാൻ മാനത്ത് കണ്ടു. ഇത് കണ്ടോ, ഞാൻ ലോവസിൽ പോയപ്പോ വാങ്ങിയതാണ്. ഇതാണ് സീലിംഗ് ഫാൻ ലൈറ്റ് കിറ്റ്. ഇനി ഇത് നമ്മൾ അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊരു സംഭവം ഉണ്ട്. ഇതിലാണ് നമ്മളിപ്പോ ഈ 4 ബൾബ് ഫിറ്റ് ചെയ്യാൻ പോണെന്നാ തോന്നുന്നത് കണ്ടിട്ട്. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഓരോന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഈ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ബൾബ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് മറ്റേ നമ്മുടെ കപ്പ് പോലെയുള്ള സാധനങ്ങളാണ്. അതായത് ഈ ബൾബിന് പുറത്തൊരു ചുമ്മാ ഒരു ഡെക്കറേഷൻ പോലെ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. 4 ബൾബുകളാണിത്. ചെറിയ ബൾബാണ്. LED ആണ്. നമുക്കെന്നാ തുടങ്ങിയാലോ ബാനുകൾ വായിച്ചിട്ട്? തുടങ്ങുന്നതൊക്കെ ശരി, നിന്റെ അടുത്ത് എന്നുള്ള പോലെ എല്ലാവരുടെ അടുത്തും പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ ഇത് ആദ്യമായിട്ട് ചെയ്യണം. അപ്പൊ ഇത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയ ഞങ്ങൾ ഉത്തരവാദിയല്ല. നീ ഇപ്പൊ ചോദിച്ചതാണ് ഒരു ഇന്റലിജന്റ് ചോദ്യം. കറണ്ട് അടിക്കില്ലത്, കറണ്ട് അടിക്കും. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതിലോട്ട് കറണ്ട് വരുന്ന ആ സ്വിച്ച് നമുക്ക് ഓഫ് ആക്കിയാൽ തന്നെ ഇങ്ങോട്ട് കറണ്ട് വരില്ല. പിന്നെ നമുക്ക് എന്നെ പോലത്തെ ആൾക്കാർ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ സ്വിച്ച് തന്നെ നമുക്ക് ഓഫ് ആക്കിയിട്ട് പണി തുടങ്ങാം. ഇതെന്താണ് ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കണത്? ഇത് ഇങ്ങനത്തെ എന്ത് സാധനം ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. അതായത് നമ്മൾ ഇതെന്തെങ്കിലും തൊട്ടിട്ട് ഫോളോ ആയി കഴിഞ്ഞാൽ ഈ ഫോട്ടോ നോക്കിയാൽ നമുക്കറിയാം, ഓക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് എങ്ങനെയായിരുന്നു. സ്വിച്ച് ഇതാണ്, ഫ്യൂസ് ഇതാണ്. ഓഫ് ആക്കി നമുക്ക് പോയി നോക്കാം. നമുക്ക് ആദ്യം ഈ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കാം. എന്താടി എല്ലാ കളറും ഉണ്ടല്ലോ, പച്ച, മഞ്ഞ, കറുപ്പ്, വെള്ള. പടത്തോനെ ഇതിൽ ഏതിലാണാവോ ഔട്ട്പുട്ടും ഇൻപുട്ടും ഒക്കെ നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മുടെ ഫാനൊന്ന് അഴിച്ചു വെച്ച ആ ഒരു പീസാണ്. അപ്പൊ ഈ വയറ് ഇങ്ങനെ ഇത് തല തിരിച്ചു വെച്ചിട്ട് ഇതിങ്ങനെ പാത്രം പോലെ ആയിരിക്കും നമ്മുടെ കഴിക്കണം. അതുപോലെ ആക്കിയിട്ട് ഇതിലേ കൂടി 2 വയർ ഇങ്ങനെ കടത്തി വിടണം. അപ്പൊ അതിനു മുമ്പ് ഇതിലൊരു ചെറിയൊരു വാഷറൊക്കെ ഉണ്ട്, അത് നമ്മൾ 2 അഴിച്ചെടുക്കണം. നമ്മളിതിനെ ഇതൊരു സ്ക്രൂ പോലെയാണ് ഇതിലുള്ളത്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ നന്നായി ടൈറ്റ് ചെയ്താൽ മതി. ഇനി ഇതില് വെള്ളയുണ്ട്, ഇതില് കറുത്ത വയറുണ്ട്, അവിടെ എല്ലാ കളറും ഉണ്ട്. ഇനി നമുക്കത് നോക്കാം. പിന്നെ അടുത്തത് ഈ ബൾബിന്റെ ഒരു ചെറിയൊരു കോളാമ്പി പോലെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ഇത് ഡയറക്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, അപ്പൊ ഇതിലൊരു സാധനമുണ്ട്, ഇങ്ങനെ ഇത് അഴിക്കാൻ പറ്റും. ഒരു ചെറിയൊരു വൈറ്റ് സാധനം, അതിങ്ങനെ അഴിച്ചു മാറ്റിയിട്ട് ഇത് ഇതിനകത്ത് ഇടുക, തിരിച്ച് ഈ വൈറ്റ് ഇതിലിട്ട് ടൈറ്റ് ചെയ്യുക. ഇതാണ് നമ്മളെ ലൈറ്റ്, അതിൻ്റെ ആ ഒരു ഫൈനൽ രൂപം എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഇനി ആ ഫാനിലേക്ക് കണക്ട് ചെയ്യണം. ഇനി വയർ കണ്ടുപിടിക്കാനുണ്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഇതാണ് ഒരു ചെയിൻ, ഇത് പുള്ള് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് ഓൺ ഓഫ് ആക്കുക. പറ്റുന്നില്ലേ? ഇത് മറ്റേ താലി കെട്ടണ പോലെയാണ്, ഇതിൽ ഏത് കെട്ടാണെന്ന് അറിയുന്നില്ല. ഞാൻ നോക്കണോ? നിങ്ങൾ നോക്കേണ്ടി വരും. നിന്റെ കഴുത്തിലിട്ടിട്ടാണ് ഞാൻ കുടുങ്ങിയത്. അതുപോലത്തെ ചെയിനാണ് തോന്നുന്നത്. ഓക്കെ, ഇതാണ് ചെയിൻ.
അപ്പൊ നമുക്കിനി ഇന്നത്തെ കണക്ട് ചെയ്യാം. ഓക്കെ, ഈ ലൈറ്റ് ഓൺ ഓഫ് ആക്കാനുള്ളതാണ്. ഇതിലെല്ലാ കളറും ഉണ്ടല്ലോ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ ഏതിലേത് കണക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ നോക്കുമ്പോൾ ഇതിൽ പൂക്കളൊട്ട പോലെ കളറുകളുണ്ട്. വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊരു വൈറ്റ് കളറും ഒരു ബ്ലൂ കളറും ഉണ്ട്. ഇതാണ് നമ്മൾ നമ്മുടെ ലൈറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ വൈറ്റും ബ്ലൂവും. അപ്പോൾ വൈറ്റിലേക്കും ആ ബ്ലൂ പിന്നെ നമ്മുടെ ഇതിലുള്ള ബ്ലാക്കിലേക്കും ആയിരിക്കും കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്ത് നോക്കാം, വർക്ക് ചെയ്ത് നോക്കാം. ബ്ലൂ വയർ അതിൻ്റെ ക്യാപ്പ് ഓക്കെ. അത് കട്ട് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി? ഇല്ലല്ല, അത് കട്ട് ചെയ്തിട്ടില്ല. അത് കട്ട് ചെയ്തിട്ട ഓക്കെ. അപ്പോൾ ഇത് എടുത്തു. ഇനി നമുക്കിത് ഒന്ന് നിങ്ങൾ ബൾബ് എടുത്തോ. അതില് വൈറ്റില് വൈറ്റ്, ബ്ലൂയില് ബ്ലാക്ക്. നമ്മളിതിൽ ഫിറ്റ് ചെയ്ത ആ സാധനങ്ങളൊക്കെ ഊരേണ്ടി വന്നു. കാരണം ഇതിൽ വെക്കുമ്പോൾ പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുന്നില്ല, അത് താഴെയുണ്ട്. അപ്പോൾ എല്ലാം ഊരി കാണുന്നു. ഇനി ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഒന്നുകൂടി പണിമേൽ പണിയെന്ന് പറയണം. ഇല്ല, ഇങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. പിന്നെ അടുത്തത് ഞങ്ങളിതിന്റെ ഫൈനൽ കർമ്മത്തിലേക്ക് പോവുകയാണ്, ബൾബിടാൻ പോവുകയാണ്. പക്ഷെ നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ആക്കാത്ത കാരണം നിങ്ങൾക്ക് ഇത് കത്തിയതായിട്ട് കാണാൻ പറ്റില്ല. മൊത്തം കത്തിപ്പോവായിരുന്നാ മതി. അടുത്ത ബൾബ് അടുത്തെന്ന് പറഞ്ഞാൽ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് താഴെ പോയിട്ട് ഞങ്ങൾ മെയിൻ സ്വിച്ച് ഇടാൻ പോവാണ്. ഞങ്ങളെ പോലെ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതൊക്കെ അടിച്ചു പോവാന്നറിയില്ല. എന്താണോ എന്നാ ഇലക്ട്രീഷ്യൻ നടക്കും മുന്നില്. ഇട്ടോ, ധൈര്യം ഇട്ടോ, ധൈര്യം ഇട്ടോ. ഒന്നും ഇതുവരെ ഫ്യൂസ് ആയിട്ടില്ല. ഓണാക്കി നോക്കട്ടെ. മിസ് മ്യൂട്ടി ഓണാക്കി ഏതൊക്കെ അടിച്ചു പോവാന്ന് ആർക്കറിയാം. ഓക്കെ, 1 2 3. അതെന്തൊക്കെയൊക്കെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ആ ഫാൻ മാത്രമേ ഓൺ ആയിട്ടുള്ളൂന്നേ. നിങ്ങൾ ഞങ്ങളുടെ പണിയിലെ മോശം കാര്യം കൊണ്ടാണ് ഇതിലെ ലൈറ്റ് ഓൺ ആവാത്തത്. അതൊന്നുമല്ല കാര്യം. ഇവിടെ ഒരു ചെയിൻ ഉണ്ട്, അതിങ്ങനെ ഫുൾ ചെയ്താ ഇത് കണ്ടോ ഇതുപോലെ അടിപൊളിയായിട്ട് കേട്ടോ. അപ്പൊ ഈ ഫാനിൽ നിന്ന് ഞങ്ങൾ ഊരിയെടുത്ത എല്ലാ സാധനങ്ങളും വിജയകരമായിട്ട് അതിലേക്ക് തിരിച്ചു വെക്കാൻ പറ്റി. പക്ഷെ ഒരാണി ബാക്കിയുണ്ട്. അതേപോലെ അതില് നമുക്ക് ലൈറ്റും കൂടി ഫിറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇന്നത്തെ വിജയം. അതെ, ആരുടെയും തലയിൽ വീണിട്ടില്ല, ആരുടെയും തലയിൽ വീണിട്ടില്ല. നല്ല ബലമുണ്ട്. ഈ നമുക്കൊരു ബിരിയാണി വെച്ച് നമുക്ക് ആഘോഷിക്കാം.